ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി മുട്ടവട. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. I don't really know what comes next. I'm just doing my best. Buy all this shit. Tell me that I can't and I won't. That's what guides me the most. Your lies, I'll do what I want. I'm inspired by thirst. മുട്ടവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മീഡിയം സൈസ് ഓനിയൻ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളിവടക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചെറുതായി എരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്, ചെറുതായി എരിഞ്ഞു വെച്ച കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു 5 പച്ചമുളക് ചെറുതായി എരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി പൊടിച്ചെടുത്തത് നന്നായിട്ടൊന്ന് ഉള്ളിയിലിട്ടിട്ട് കുഴച്ചെടുക്കുക. നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല. നമ്മളിവിടെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. മുട്ടവടക്ക് ആവശ്യമായിട്ടുള്ള മുട്ട നമ്മളിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഒരു മുട്ട 4 പീസാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് മൈദ, ഒരു 3 ടേബിൾ സ്പൂണ് കടലമാവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മൈദ കുറച്ച് കൂടുതലായി പോയിക്കഴിഞ്ഞാൽ മാത്രം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ അടുപ്പത്തേക്ക് എണ്ണ കൂടി വെച്ചിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് എണ്ണ ചൂടായിട്ട് കിട്ടും. ഒരു കൈയിലേക്ക് ചെറിയൊരു ബോളാക്കി എടുത്തതിന് ശേഷം ഇടത്തെ കൈയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഉള്ളി വടക്കെല്ലാം പരത്തിയെടുക്കുന്നത് പോലെ. അതിലേക്ക് ഒരു കഷ്ണം മുട്ട വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം ആക്കിയെടുക്കാൻ. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ആവശ്യമായ എണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ഓവറായിട്ട് ചൂടുണ്ടാകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഓവർ ചൂടാക്കി കഴിഞ്ഞാൽ പുറം ഭാഗം മാത്രമേ ഫ്രൈ ആവൂ, ഉൾഭാഗം തന്നെ വേവാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ മുട്ടവട ഇവിടെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ടവട. ബാക്കിയുള്ളതും കൂടി അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഉള്ളിവടേൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് ഐക്കണിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.